ശിശു അമ്മയുടെ ഉദരത്തിൽ അവളുടെ ഹൃദയത്തിന് തൊട്ടു കീഴെ വളർന്നു വരികയാണ്. അത് അവളിൽ വലിയ സമാശ്വാസമാണ് ഉളവാക്കിയത്. അവൾ പൂർവാധികം ശക്തിയോടെ സുഹൃത്തുക്കൾ അഭ്യസിക്കുകയും സൽകൃത്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജോസഫിന് ശാരീരിക പോഷണം മാത്രമല്ല, അമ്മയുടെ സുഹൃത്തുക്കൾ വഴിയുള്ള ആത്മീയ നിറവും ലഭിച്ചുകൊണ്ടിരുന്നു. മാതാപിതാക്കളുടെ ആനന്ദം വീണ്ടും വർദ്ധിക്കുവാൻ കാരണമായ ഒരു സംഭവമുണ്ടായി. ഒരു ദിവസം ദൈവത്തിന്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ജനിക്കാനിരിക്കുന്ന ശിശുവിനെ സംബന്ധിച്ച ചില വിശുദ്ധ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി. അവർ ഇരുവരോടും സ്വപ്നത്തിലാണ് മാലാഖ സംസാരിച്ചത്. അമ്മയ്ക്ക് നൽകിയ വെളിപ്പെടുത്തലിൽ അവളുടെ ഹൃദയത്തിന് തൊട്ടു താഴെ കഴിയുന്ന ശിശു വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മിശിഹായെ കാണുവാനും അവനോടൊത്ത് ജീവിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവനാണ് എന്നാണ്. അവനെ നിതാന്ത ശ്രദ്ധയോടും ദീർഘവീക്ഷണത്തോടും കൂടി വളർത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് ദൈവം അവളുടെ മേൽ വച്ചിരിക്കുന്നത്. അവൾ അവനെ ജോസഫ് എന്ന് വിളിക്കണം. ദൈവത്തിന്റെ മുൻപിൽ അവനൊരു മഹത് വ്യക്തിയായിരിക്കും. ഇതാണ് ജോസഫിന്റെ മാതാവിന് മാലാഖ വെളിപ്പെടുത്തിയത്. ജോസഫിന്റെ പിതാവിനും ഒരേ സന്ദേശം തന്നെയാണ് മാലാഖ വെളിപ്പെടുത്തിയത്. എന്നാൽ അവന്റെ അപ്പനും അമ്മയ്ക്കും രാജകീയമായ ഈ രഹസ്യം മറ്റാരോടും അവരുടെ ശിശുവിനോട് പോലും പറയുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവരുടെ ആത്മീയോത്കർഷത്തിനും സമാശ്വാസത്തിനും അവർക്ക് തമ്മിൽ അക്കാര്യം ചർച്ച ചെയ്യുവാൻ അനുവാദമുണ്ടായിരുന്നു. തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ അതിന്റെ പൂർണ്ണതയിലും ഐക്യത്തിലും നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. വിശുദ്ധ ലിഖിതങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പോലെ അവർ കുട്ടിയെ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അതീവ രഹസ്യമായി അവർക്ക് ലഭിച്ച സ്വപ്നത്തിലെ സന്ദേശത്തിൽ കുട്ടിയുടെ മാതാപിതാക്കന്മാർ അതിയായി ആനന്ദിച്ചു. സ്വപ്നത്തെക്കുറിച്ച് അവർ പരസ്പരം സംസാരിച്ചപ്പോൾ ഇരുവർക്കും ഒരേ ദർശനം തന്നെയാണ് ലഭിച്ചതെന്ന് മനസ്സിലായി. തങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച കർത്താവിനെ അവർ അകമഴിഞ്ഞ് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ആത്മീയമായി ഉണർന്ന് ധീരമായ സൽകൃത്യങ്ങൾ ചെയ്യുവാൻ അതവർക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി അവർ തങ്ങൾക്ക് ലഭിച്ച സന്ദേശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും മാലാഖ പറഞ്ഞ നിർദ്ദേശങ്ങൾ വീഴ്ച വരുത്താതെ നിറവേറ്റുകയും ചെയ്തു പോന്നു. ജോസഫിന്റെ അനുഗ്രഹീതയായ മാതാവ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തെ സ്തുതിച്ചും സമയം ചെലവഴിക്കുകയും ഭാഗ്യവാനായ കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ തന്നെ തിരഞ്ഞെടുത്തതിനെ പ്രതി നിരന്തരം കർത്താവിന് നന്ദി പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ദാനധർമ്മങ്ങളിലും അവൾ കൈയയച്ച് സഹായം ചെയ്തുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിച്ചു പോന്നു. ദൈവം വാഗ്ദാനം ചെയ്ത സൗഭാഗ്യം നിറവേറുന്നതുവരെ അവളെ സുരക്ഷിതമായി കാത്തു പാലിക്കണമെന്നും ആ സൗഭാഗ്യ ദിനം കാണുവാൻ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവളെ കടാക്ഷിക്കണമെന്നും നിർഭാഗ്യവതികളായ അമ്മമാരുടെ അനുഭവം പോലെ കണ്ണീരിലും വിലാപത്തിലും ആ ദിനം അവസാനിക്കാൻ ഇടയാക്കരുതേ എന്നും നിരന്തരം അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവളുടെ ഓരോ യാചനകളുടെയും പ്രാർത്ഥനകളുടെയും അവസാനം വലിയ സ്വാതന്ത്ര്യവും സമാധാനവുമാണ് അനുഭവപ്പെട്ടിരുന്നത്. എന്തെന്നാൽ അവളുടെ ഓരോ വാക്കിനും ദൈവം പ്രത്യുത്തരം നൽകിയിരുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിനും ഔദാര്യത്തിനും അവൾ നന്ദി പറഞ്ഞു.